ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വയർ സ്ട്രിപ്പിംഗ് ടൂൾസ് എന്നുള്ള ടൂൾസാണ്. ഇത് ഈ വയർ കട്ട് ചെയ്യാനായിട്ടും സ്ട്രിപ്പ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഈ ടൂൾസ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഉപയോഗം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. കൃത്യമായിട്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഞാനിത് യൂട്യൂബിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടാണ് ഇതൊന്ന് മേടിച്ചത്. എനിക്ക് വയറിങ്ങിൻ്റെ അധികം പരിപാടി ഇല്ല എങ്കിൽ പോലും ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് കട്ട് ചെയ്യാമെന്ന് കണ്ടുകൊണ്ടാണ് ഇത് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇത് ഒരു 4 മാസം മുമ്പ് മേടിച്ചതാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഞാൻ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. ഇത് ഇപ്പം ഞാൻ കുറച്ച് നാൾ ഉപയോഗിച്ചതിന് ശേഷമുള്ള ടൂൾസിൻ്റെ വീഡിയോ ആണ് ഇപ്പം ഷൂട്ട് ചെയ്തത്. കുറച്ച് ഭാഗങ്ങൾ പ്ലാസ്റ്റിക്കിലും ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടുതലെല്ലാം മെറ്റലിലുമാണ് ഉള്ളത്. ബാക്കിലായിട്ട് കാണുന്ന ഭാഗത്തെല്ലാം പ്ലാസ്റ്റിക്കാണ്. അതുപോലെ അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് 2 ഭാഗങ്ങളാണ് താഴോട്ട് പ്രസ് ആവുന്നത്. ഒരു ഭാഗത്തൊരു പല്ല് പോലുള്ള ഒരു ചെറിയ ഭാഗവും റൈറ്റ് സൈഡിൽ ചെറുതായിട്ടൊരു ബ്ലേഡ് പോലൊരു ഭാഗമാണുള്ളത്. ആദ്യമായിട്ട് അതിൻ്റെ താഴോട്ട് പ്രസ് ആവുന്ന പല്ല് പോലുള്ള ചെറിയ ഭാഗം താഴോട്ട് പ്രസ് ആവും. അത് വയറിനെ പ്രസ് ചെയ്ത് പിടിക്കും. എന്നിട്ട് രണ്ടാമത്തെ ഭാഗം അതിന് ശേഷമാണ് അതിൻ്റെ വയറിൻ്റെ ഭാഗം കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആ ഒരു വയർ പ്രസ് ആവുന്ന ഭാഗം നമുക്ക് ലൂസ് ചെയ്യണമെങ്കിൽ താഴത്തെയുള്ള ഈ ഒരു ചെറിയ സ്ക്രൂ പോലെ ഉണ്ട്, തിരിച്ചാൽ മതി. അപ്പോൾ അത് ലൂസ് ആവുന്നതനുസരിച്ച് അതിൻ്റെ ഒരു വയറുമായിട്ടുള്ള ഒരു പിടുത്തം കുറച്ച് കുറയുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എനിക്ക് കൃത്യം അറിയില്ല, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് വയർ അവിടെ അധികം പിടുത്തം വരുന്നില്ല. പിന്നെ അത് മുറുക്കി വെക്കുന്നതനുസരിച്ച് വയർ കുറച്ച് പിടുത്തം വരുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് ഫുള്ള് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ക്ലിക്ക് ചെയ്ത് വലിക്കാൻ പറ്റത്തില്ല. അത് കുറച്ച് ഒരു ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ബാക്കിലുള്ള ചെറിയ ഹോളിലേക്കാന്ന് തോന്നുന്നു അതിൻ്റെ പിന്ന് വന്ന് വീഴുന്നത്. അതുകൊണ്ടാണത് വലിച്ചാൽ ബാക്കിലോട്ട് മാറാത്തത്. അതുകൊണ്ട് ഒരു ഏകദേശം കുറച്ച് അതൊന്ന് ഗ്യാപ്പ് ഇട്ട് ഒന്ന് ലൂസാക്കി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അടുത്ത ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഞ്ഞൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു പീസുണ്ട്. ഇത് നമുക്ക് അകത്തോട്ടും പുറത്തോട്ടും നമുക്ക് വലിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതെന്തെന്ന് വെച്ചാൽ വയറിൻ്റെ എത്രമാത്രം കമ്പിയുടെ ഭാഗം പുറത്തോട്ട് കാണണം എന്നുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് ബ്ലേഡുമായിട്ട് സെറ്റ് ചെയ്യുന്നതാണ് മഞ്ഞ നിറത്തിലുള്ള. അത് നമുക്ക് അതിൻ്റെ താഴെ നമുക്ക് പതുക്കെ പ്രസ് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ പുറത്തോട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ വയർ വെച്ചാൽ വയറിൻ്റെ ആ ഒരു കട്ട് ചെയ്യേണ്ട ആ ഒരു എഡ്ജ് നമുക്ക് അവിടെ തീരുമാനിക്കാൻ പറ്റും. എന്നിട്ട് താഴെ നിന്ന് പതുക്കെ പ്രസ് ചെയ്ത് പുറത്തോട്ട് തള്ളി വെച്ചാൽ നമുക്ക് ആ ഒരു കട്ടിങ്ങിൻ്റെ ഏരിയ കുറച്ച് കൂട്ടാൻ പറ്റും. ചെറിയ ഒരു എഡ്ജ് പോയിന്നുണ്ടെങ്കിൽ ചേർത്ത് വെച്ചാൽ മതി. അത് നമ്മുടെ ആവശ്യമനുസരിച്ച് വേണ്ടതുപോലെ നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും. അതുപോലെ തന്നെ താഴോട്ട് വരുമ്പോഴത്തേക്ക് ചെറിയൊരു പല്ലുകൾ പോലുള്ള ഭാഗങ്ങളുണ്ട്. അത് നമുക്ക് ഈ വയറിൻ്റെ അല്ലെങ്കിൽ നെറ്റ്വർക്ക് കേബിളൊക്കെയുള്ള പിന്നുകൾ നമുക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്ത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ വയറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഉപയോഗിക്കുന്ന ചെറിയ ഒരു സ്ക്രൂ ഇട്ട് മുറുക്കുന്ന ഭാഗമുണ്ട്. അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കയറ്റിയിട്ട് പ്രസ് ചെയ്ത് ടൈറ്റ് ആക്കാനും ആ ഏരിയ നമുക്ക് ഉപയോഗിക്കാവുന്നതായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലുള്ള നെറ്റ്വർക്ക് കേബിൾ വേണമെങ്കിൽ നമുക്ക് അവിടെ വെച്ച് വേണമെങ്കിൽ പ്രസ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ ടൈറ്റ് ചെയ്യാൻ പറ്റും. അടുത്തായി നമുക്ക് ഇതിനെ ഒരു വയർ വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അതായത് നമ്മൾ ആ ഒരു ഗ്യാപ്പ് നമ്മൾ സെറ്റ് ചെയ്യുക. എത്രമാത്രം കമ്പിയുടെ ഭാഗം നമുക്ക് ആവശ്യമുണ്ടോ അത്രയും നമ്മളൊക്കെ സെറ്റ് ചെയ്യുക. അതിനുശേഷം പതുക്കെ വയർ അതിനകത്തോട്ട് കയറ്റി വെക്കുക. കയറ്റി വെച്ചതിന് ശേഷം നമുക്ക് അതിനെ പതുക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് പതുക്കെ കൊടുത്താൽ മതി. അത് കൃത്യമായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം നല്ല രീതിയിൽ ഒന്ന് പ്രസ് കൊടുക്കുക. അപ്പോൾ കട്ടിയുള്ള പ്ലാസ്റ്റിക് ആണെങ്കിൽ കുറച്ച് ബലം പിടിക്കേണ്ടി വരും. വലിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കമ്പികളൊന്നും കട്ടായി പോകത്തില്ല. കറക്റ്റ് ആ വയറിൻ്റെ പ്ലാസ്റ്റിക് ഏരിയ മാത്രമേ മുറിഞ്ഞ് പോരത്തുള്ളൂ. അത് നമുക്ക് മഞ്ഞ താഴത്തെ ഒരു പോയിൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്കതുപോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ താഴെ ഒരു ചെറിയൊരു ബ്ലേഡുണ്ട്, നമുക്ക് വയർ കട്ട് ചെയ്യാൻ പറ്റും. നല്ല സ്മൂത്താണ്, നല്ല മൂർച്ചയുണ്ട്. പെട്ടെന്ന് തന്നെ അത് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. ഇനിയിപ്പോൾ ശരിയായാലും ഒന്നുകൂടെ വേണമെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യാനും നമുക്ക് ആ താഴത്തെ ബ്ലേഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു സ്ക്രൂ നമുക്ക് പതുക്കെ ഒന്ന് ലൂസാക്കി നോക്കാം. മാക്സിമം ലൂസാക്കി പുറത്തോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. മാക്സിമം ലൂസാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം സെയിം വയർ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് അതിനുള്ളിലേക്ക് ഇത് വെച്ച് പ്രസ് ചെയ്ത് നോക്കാം. ഇങ്ങനെ ചെയ്ത് ക്ലിക്ക് ചെയ്ത് വലിക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നമുക്ക് നല്ല രീതിയിൽ പ്രസ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മാത്രമേ അത് കട്ടായിട്ട് പോരത്തുള്ളൂ.
ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ ഏത് ചെറിയ വയറാണെങ്കിലും നമുക്ക് അതുപോലെ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഗ്രൂപ്പായിട്ടുള്ള വയറുണ്ടല്ലോ, അത് നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. അത് ഇപ്പം ഞാനിവിടെ 4 വയറാണ് യൂസ് ചെയ്യുന്നത്. ഈ 4 വയർ കൂടുതലുള്ള സ്പേസ് അതിനകത്തില്ല. 4 വയർ നമ്മൾ കൃത്യമായിട്ട് അടുക്കി വെച്ചതിന് ശേഷം ഇതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് വലിക്കുക. കുറച്ച് നല്ല ബലത്തിൽ പ്രസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പ്രസ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ കട്ടായി പോകും. പക്ഷേ ഞാനിപ്പം കട്ട് ചെയ്തപ്പോഴത്തേക്ക് 3 വയറേ കട്ടായിട്ടുള്ളൂ. കാരണം മറ്റേ വയർ കുറച്ചുകൂടെ പുറത്തോട്ട് ചാടി കിടന്ന കാരണമാണ് കിട്ടാതെ. എങ്കിലും ഇതിന് മുമ്പ് ഞാൻ ഇതുപോലെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് കൃത്യമായിട്ടും 4 വയറും കട്ടായി പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിതുപോലെ 4 വയർ ഒന്നിച്ച് കട്ട് ചെയ്യാൻ പറ്റും. താഴത്തെ ബ്ലേഡും കൃത്യമായിട്ട് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ്. ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. ഇത് ആവശ്യമുള്ളവരൊന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക.